ഹലോ മച്ചന്മാരെ, എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. പല തള്ളേട്ടന്മാരും തള്ളി മറിച്ച് 100 കോടി കവർ ചെയ്ത് ഇന്നും അഹങ്കരിച്ച് നിൽക്കുമ്പോൾ യാതൊരു അഹങ്കാരവുമില്ലാതെ തള്ളിമറിക്കാത്ത 100 കോടിയുമായി ഉണ്ണി മുകുന്ദൻ എത്തിയിരിക്കുന്നു. അതെ, ഇന്ന് ഉണ്ണി മുകുന്ദൻ മാർക്കോയുടെ 115 കോടി ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. അതൊരു പോസ്റ്ററിലാണ്. അതിനകത്തിൽ തന്നെ ആൻഡ് സ്റ്റിൽ റോറിംഗ് ഓൺ 450+ സ്ക്രീൻസ് വേൾഡ് വൈഡ് എന്നുള്ള ആ ഒരു ടാഗ് നമുക്ക് കാണാം. മാർക്കോ ഈസ് അൺസ്റ്റോപ്പബിൾ. അതെ, മാർക്കോ തരംഗം അങ്ങനെ അരയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കാവുന്നതാണ്. ഒപ്പം 10,000-ലേക്ക് എത്താൻ വലിയ താമസമില്ല നിങ്ങൾ സഹകരിച്ചാൽ. എന്തായാലും ഇവിടെ വലിയ സന്തോഷമാണ്. ഉണ്ണി മുകുന്ദൻ 115 കോടിയുടെ ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇന്നും സിനിമയ്ക്ക് 450-ന് മുകളിലുള്ള സ്ക്രീനുകളാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ളത്. വരുന്ന ആഴ്ചയിൽ സിനിമയ്ക്ക് കന്നഡയിൽ റിലീസുമുണ്ട്. സാധാരണഗതിയിൽ പലരും തള്ളിമറിച്ചാണ് 100 കോടിയൊക്കെ എത്തുന്നതെങ്കിൽ ഇവിടെ അങ്ങനെ തള്ളുകളൊന്നുമില്ല. ഇതിനകത്തിൽ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് 115 കോടി ടോട്ടൽ ബിസിനസ് അടക്കമാണ് എന്നുള്ളതാണ്. ഈ ഒരു സിനിമയുടെ യാതൊരു ബിസിനസ് ഡീലുകളും വേറെ ഒന്നും പുറത്തു പോയിട്ടില്ല. നമുക്കറിയാം OTTയോ സാറ്റലൈറ്റ് റൈറ്റ്സോ അങ്ങനെയുള്ള ഒന്നും തന്നെ നടന്നിട്ടില്ല. ആകെ തിയേറ്റർ റൈറ്റ്സിൻ്റെ ബേസിലുള്ള മാത്രം കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് തിയേറ്ററിൽ നിന്ന് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നതാണ് 115 കോടി എന്നുള്ളത്. പലരും 100 കോടി പണ്ടേ മുതൽ തള്ളിമറിച്ചത് ആ ഒരു ബേസൊക്കെ വെച്ചിട്ടാണ്. 200 കോടി വരെ തള്ളിമറിച്ച ആളുകളുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ മാർക്കോയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 18+ മൂവി ആയിട്ട് വന്ന സിനിമ ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള വിജയമെന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സക്സസ് എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കാനുള്ളത്. കാരണം ഒരു വിഭാഗം ജനങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് നോർമലി നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ അവരുടെ കൂടെ അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അമ്മയും ഒക്കെ കൂടെ ചേർന്നിട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല. 18 വയസ്സിന് താഴെയുള്ളവർ ചെന്നാൽ ഓടിച്ചു വിടുന്ന ഒരു കാര്യവും ഈ സിനിമയിലുണ്ട്. അത്രത്തോളം കൊടൂരമായ വയലൻസ് ആയിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്താണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു തിയേറ്ററുകളുണ്ടായിരുന്നത്. എന്നിട്ട് പോലും സിനിമ 115 കോടി എത്തി എന്ന് പറയുമ്പോൾ അതിഗംഭീരമെന്ന് തന്നെ പറയാം. 115 കടന്ന് 150 കടന്ന് 200 കഴിഞ്ഞ് 250 കോടിക്ക് മുകളിലായിരിക്കും ടോട്ടൽ ബിസിനസ് അടക്കം ഈ ഒരു സിനിമ നിൽക്കാൻ പോകുന്നത്. ഒരു പക്ഷേ 300 കോടി അടിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതിന് വലിയ രീതിയിലുള്ള OTT റൈറ്റ്സ് വിറ്റുപോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം അത്രത്തോളം ഡിമാൻഡാണ് ഈ സിനിമയ്ക്ക് ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യയിലും അതേപോലെ ബംഗാൾ പോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ ഒരു സിനിമ ആളുകൾ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പലർക്കും ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആകുമ്പോൾ അവിടെയും ഹിന്ദി ഉള്ളതുകൊണ്ട് തന്നെ നല്ല ലെവലിൽ പോകുന്നു. ഹിന്ദിയിൽ നിന്ന് തന്നെ സിനിമ 15 കോടിയിലേക്ക് എത്തുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റാണ് ഇനി ഉണ്ണി മുകുന്ദനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിഗംഭീരമായി കുതിച്ച് ഉയർന്ന് മാർക്കോ മുന്നോട്ട് പോവുകയാണ്. കട്ടയ്ക്ക് നമ്മളുണ്ട്, കൂടെ കട്ടയ്ക്ക് നിങ്ങളുണ്ടെങ്കിൽ ഇനിയും വീഡിയോസ് വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലൈക്ക് ഷെയറും ഒക്കെ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക്, മാർക്കോ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ തീർച്ചയായും ഇത് സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നാണ് പറയുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഈ ഒരു വിജയം നമ്മൾ ആഘോഷിക്കുകയാണ്. തകർത്തടിക്കുക. ഉണ്ണി മുകുന്ദൻ ഫാൻസ് അടിച്ച് തൂക്ക്. താങ്ക് യു ബ്രോസ്.